ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് 3യിലേക്ക് സ്വാഗതം. ജയന്തി ചപ്പാത്തിയും ചിക്കൻ കറിയും ഇരുന്ന് കഴിയുകയാണ്. അന്നേരം പറയുകയാണ്, ആത്മാക്കൾക്ക് കൊടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ കൊതിവിടും എന്നും പറഞ്ഞ് അല്പം ചിക്കൻ കറി എടുത്തിട്ട് 3 പ്രാവശ്യം തലയ്ക്കൊക്കെ ഉഴിഞ്ഞിട്ട് പറയുകയാണ്, എന്റെ അഖിലാന്റി, ചത്തപ്പോൾ ഒന്ന് കാണാൻ പോലും വരാൻ സാധിച്ചില്ല, ഇതുകൊണ്ട് തൃപ്തിപ്പെടണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജയന്തി ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം വാതിൽക്കലേക്ക് അഖില വരികയാണ്. അഖില വരുന്നത് കണ്ട് പേടിച്ചു വിറച്ച ജയന്തി ശബ്ദം പോലും പുറത്തേക്ക് വരാതെ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദിനെയും അരവിന്ദിനെയും നന്ദിനെയുമാണ്. 3 പേരും കാര്യമായി ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കിയിരിക്കുകയാണ്. അന്നേരം അവിടേക്ക് കല്യാണി വരികയാണ്. ആനന്ദ് പറയുകയാണ്, ആ കല്യാണി ഇരിക്കുക. അരവിന്ദ് പറയുകയാണ്, അല്ല ബ്രോ, നമുക്ക് ഈ കായൽ മത്സ്യങ്ങളെ കുറിച്ച് ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ചാലോ? കേരളത്തിലാണെങ്കിൽ അതിന്റെ സാധ്യത കൂടുതലല്ലേ? ആനന്ദ് പറയുകയാണ്, സാധ്യത കൂടുതലാണ്, പക്ഷേ അത് വ്യാപകമായി എല്ലായിടത്തും ഉള്ളതാണ്. കണ്ടെത്തേണ്ട പ്രോജക്റ്റ് പുതുമയുള്ളതായിരിക്കണം, അത് ലാഭകരം ആയിരിക്കുകയും വേണം. പിന്നീട് അവരെല്ലാവരും കുറെ പ്രോജക്റ്റുകൾ പരിശോധിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. നന്ദന പറയുകയാണ്, ആനന്ദ്, നമുക്ക് ഈ ഹാൻഡ്ലൂംസിനെ കുറിച്ച് ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ചാലോ? ആനന്ദ് പറയുകയാണ്, നമുക്ക് ഈ കാഷ്യൂനട്ടിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചാലോ? കല്യാണി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എല്ലാ വീടുകളിലും വളരുന്നതാണ്. എന്നും ആത്തിച്ചക്കയും എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. അത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ്. അത് കൊള്ളാമെന്ന് ആനന്ദ് പറയുകയാണ്. അരവിന്ദ് പറയുകയാണ്, അത് ഐഡിയ ആണ് കേട്ടോ. കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദന പറയുന്നു, യെസ്, അതും കൊള്ളാം. ആനന്ദ് പറയുകയാണ്, അപ്പോൾ ഇത് മതി, ഇത് തന്നെയാണ് നമ്മുടെ പ്രോജക്ട് ഫിക്സ്. പിന്നീട് കാണിക്കുന്നത് കല്യാണി പ്രോജക്റ്റ് അവതരിപ്പിക്കുകയാണ്. രവിവർമ്മന്റെ മുൻപിലാണ് കല്യാണി പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരമായി കല്യാണി പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ആനന്ദും അരവിന്ദും പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കല്യാണി പറയുകയാണ്, സാർ, ബിസിനസ് എന്ന് പറയുന്നത് ലാഭകരം ആയിരിക്കുമെങ്കിലും എല്ലാ ബിസിനസ്സും അങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്നാൽ ലാഭകരവും അതിലുപരി മനുഷ്യജീവന് ഉപകാരപ്രദവുമായ ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ് ഒരു പുണ്യപ്രവൃത്തി കൂടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മുള്ളാത്തി എന്ന് വിളിക്കുന്ന ആത്തിച്ചക്ക കേരളത്തിന്റെ കാലാവസ്ഥയിൽ സുലഭമായി വളരുന്നത് കൊണ്ട് തന്നെ അതിന് ദൗർലഭ്യം ഉണ്ടാവുകയും ഇല്ല. ക്യാൻസർ എന്ന മഹാമാരിയെ അകറ്റി നിർത്താൻ ഈ മുള്ളാത്തയുടെ നാരുകൾക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത് സ്വാദിഷ്ടമായ ഒരു പഴവർഗ്ഗം ആയതിനാൽ ജനങ്ങൾ ഇവയെ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്രിമമായ ഒരു രുചിക്കൂട്ട് നമുക്ക് കണ്ടെത്തുകയും വേണ്ട. കീമോ ചികിത്സയ്ക്ക് തുല്യമായ ഈ ഭക്ഷണ വസ്തു ഇന്ത്യക്കാരായ നമ്മൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ നാളെ ക്യാൻസർ രഹിത ഭാരതമായി ഇന്ത്യ അറിയപ്പെടും. ഒപ്പം അതിന് കാരണക്കാരായ ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാരായ നമ്മൾ ലോകം അംഗീകരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ആദരണീയരായി മാറും. മുള്ളെടുക്കുന്ന മുള്ളായി നമ്മുടെ ഈ പ്രോഡക്റ്റ് മാറുമ്പോൾ ലാഭങ്ങളുടെ കണക്കെടുപ്പിൽ കമ്പനി 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുയരും. ഈ ഔഷധ ഗുണം കൊണ്ട് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ അനേകം ഉൽപ്പന്നങ്ങളുണ്ട്. ഓരോ ഉൽപ്പന്നത്തിനും പ്രത്യേകം ഫാക്ടറികൾ ഉണ്ടായിരിക്കണം. അതിലൂടെ ആയിരങ്ങൾക്കുള്ള തൊഴിൽ സാധ്യതയും ലഭ്യമാക്കാൻ പറ്റും. ഇതൊക്കെ രവിവർമ്മന് നന്നായി ഇഷ്ടപ്പെടുകയാണ്. അന്നേരം പുറത്ത് അരവിന്ദ് പറയുകയാണ്, ഇതെന്താ ഇത്രയും സമയം വേണോ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ? 1 മണിക്കൂറിൽ കൂടുതലായി ഇത്. ആനന്ദ് പറയുകയാണ്, നീ ടെൻഷൻ ആകാതെ അരവിന്ദ്, ബോർഡ് മെമ്പർമാരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണ്ടേ? അന്നേരം അകത്ത് രവിവർമ്മൻ കല്യാണിയോട് ചോദിക്കുകയാണ്, ഈസ് ദെയർ അബൌട്ട് എനിത്തിങ് എൽസ് മേക്ക് ഔട്ട് ഓഫ് ദിസ്? നേരം അത് മനസ്സിലാകാതെ നിൽക്കുകയാണ് കല്യാണി. അപ്പോൾ രവിവർമ്മൻ പറയുകയാണ്, തിരിച്ചുകൊണ്ട് പറയുന്നു, ഇറ്റ്സ് ഓക്കെ. പിന്നീട് ചോദിക്കുകയാണ്, ഈ ആഹാര സാധനങ്ങൾ അല്ലാതെ ഈ ഫ്രൂട്ട്സ് കൊണ്ട് മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? നേരം കല്യാണി പറയുകയാണ്, പറ്റും, ടോണിക് ഉണ്ടാക്കാൻ പറ്റും, ആയുർവേദ ലേഹ്യങ്ങളും ഉണ്ടാക്കാം, അങ്ങനെ മരുന്നുകളായിട്ട് പലതും ഉണ്ടാക്കാൻ സാധിക്കും. ഈ ആദ്യമരത്തിന്റെ ചക്ക മാത്രം അല്ല ഔഷധം, അതിന്റെ ഇല, മരത്തിന്റെ തൊലി, അതിന്റെ വേര് പോലും ഔഷധമാണ്. ഇതൊക്കെ കേട്ട് തലയാട്ടി രവിവർമ്മൻ ചോദിക്കുകയാണ്, ഓക്കെ, മേഡത്തിന് ഇംഗ്ലീഷ് അത്ര വശമില്ല അല്ലേ? അമ്മി നിൽക്കുന്ന കല്യാണിയോട് രവിവർമ്മൻ വീണ്ടും പറയുകയാണ്, അതൊരു കുറച്ചിലായിട്ട് കാണേണ്ട. ആധുനിക യുഗത്തിൽ ഇലക്ട്രോണിക്സ് മേഖലയിലും IT മേഖലയിലും കുതിച്ചുയരുന്ന ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ടല്ല ഉയരത്തിലേക്ക് പോകുന്നത്. ചൈനീസ് ഭാഷയും ജപ്പാനീസ് ഭാഷയും പറഞ്ഞിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഭാഷയല്ല പ്രധാനം, അവതരണമാണ്. അതിന് മാതൃഭാഷ തന്നെയാണ് നമുക്ക് ഉചിതം. ഏതായാലും ലോബിയിൽ വെയിറ്റ് ചെയ്യൂ, ഒരു പ്രോജക്റ്റ് കൂടി കേൾക്കാനുണ്ട്, അതുകൂടി കഴിയുമ്പോൾ റിസൾട്ട് പറയാം. ശരി സാർ എന്ന് പറഞ്ഞ് കല്യാണി പോവുകയാണ്. ആനന്ദും അരവിന്ദും വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഗംഗ വരികയാണ്. അരവിന്ദ് പറയുകയാണ്, ബ്രോ എന്ന് വിളിച്ചിട്ട് ഗംഗയെ കണ്ണുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ് അരവിന്ദ്. അന്നേരം അരവിന്ദ് ഗംഗയെ മൈൻഡ് ചെയ്യാതെ പുച്ഛഭാവത്തോടു കൂടി നിൽക്കുകയാണ്. ലിഫ്റ്റിൽ കയറിയതിനു ശേഷം ഗംഗ ആനന്ദിനെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ആനന്ദിന്റെ മുന്നിൽ അപ്പോൾ സംശയമാണ് ഉണ്ടാകുന്നത്. പ്രോജക്റ്റ് അവതരിപ്പിച്ച ശേഷം വെളിയിലേക്ക് വരുന്ന കല്യാണി ലിഫ്റ്റിനായി വെയിറ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുന്ന ഗംഗയാണ് കാണുന്നത്.
ഗംഗയെ കാണുന്ന കല്യാണി അവിടെ ടെൻഷനാവുകയാണ്. ഗംഗയും പ്രോജക്റ്റ് അവതരിപ്പിക്കാനായി രവിവർമ്മന്റെ അടുത്തിലേക്ക് വരികയാണ്. ഗംഗ പറയുകയാണ് ഗുഡ് മോർണിംഗ് സാർ. രവിവർമ്മനും തിരിച്ചു ഗുഡ് മോർണിംഗ് പറയുകയാണ്. സ്വയം പരിചയപ്പെടുത്തുകയാണ് ഗംഗ. ഐ ആം ഗംഗ, ഗംഗ വർമ്മ. നാളെ സ്റ്റാർട്ട് എന്ന് ചോദിക്കുമ്പോൾ രവിവർമ്മൻ പറയുകയാണ് പ്ലീസ്. പിന്നീട് അവിടെ ഗംഗ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയാണ്. അന്നേരം കല്യാണി ആനന്ദിന്റെയും അരവിന്ദിന്റെയും അടുക്കലേക്ക് വരികയാണ്. കല്യാണിയെ കണ്ട അരവിന്ദ് സന്തോഷത്തോടു കൂടി പറയുകയാണ് ബ്രോ കല്യാണി. അരവിന്ദ് ചോദിക്കുകയാണ് എന്തായി പ്രോജക്റ്റ് ഭംഗിയായി അവതരിപ്പിച്ചോ? വളരെ വിഷമത്തോടെ കല്യാണി പറയുകയാണ് പ്രോജക്റ്റ് ഒക്കെ അവതരിപ്പിച്ചു, പക്ഷേ ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ആനന്ദ് ചോദിക്കുകയാണ് കൊള്ളാം, നീ ഉടനെ സ്വയം വിധി എഴുതിയോ? കല്യാണി നീ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആനന്ദ്. കല്യാണി പറയുകയാണ് അടുത്ത പ്രോജക്റ്റുമായി പോയ ആളിനെ കണ്ടില്ലേ? ഗംഗ, നാഗമടത്ത് ഗംഗ. ബിസിനസ് കാര്യങ്ങളിൽ എന്നെക്കാളും അറിവും ബോധവും ഉള്ളവൾ. കണ്ടറിയാം ആരാണ് വിജയിക്കുന്നതെന്ന്. എനിക്ക് എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞ് കല്യാണി പോവുകയാണ്. കൂടെ ആനന്ദും പോകുന്നു. ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കുകയാണ് അരവിന്ദ്. പിന്നീട് കാണിക്കുന്നത് വിലാസിനിയെ അടിക്കുന്ന ജയന്തിയാണ്. വിലാസിനി ചോദിക്കുകയാണ് എടി നീ എന്നെ അടിച്ചോ, നിന്നെ ഞാൻ എന്നും പറഞ്ഞ് വിലാസിനി ജയന്തിയുടെ നേർക്ക് ചെല്ലുമ്പോൾ വീണ്ടും വിലാസിനിയെ അടിക്കുകയാണ് ജയന്തി. ജയന്തി പറയുകയാണ് ഗന്ധർവനോട് കോപിക്കുന്നോ? അപ്സരസുകൾ എന്നെ കാത്ത് താഴെ നിൽക്കുമ്പോൾ നീ എന്നോട് ആജ്ഞാപിക്കുന്നോ? അന്നേരം വിലാസിനി പറയുകയാണ് എടി പ്രാന്തി, ഹാളിൽ കാത്തിരിക്കുന്നത് അപ്സരസല്ല, ഉഗ്രൻ രക്തദാഹിയായ യക്ഷിയാണ്, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നീ ചെന്ന് അങ്ങോട്ട് കേറിക്കൊട്. അന്നേരം ജയന്തി ചോദിക്കുകയാണ് അപ്സരസിന് നാമധേയമോ? ത്തോടെ വീണ്ടും വിലാസിനി പറയുകയാണ് എടി എന്റെ അടുത്ത് അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ ഗന്ധർവനോ ഏത് മാടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും. ആ ദുർമന്ത്രവാദി ജപിച്ചു തന്ന പഴവും എടുത്ത് തിന്നിട്ട് രാത്രി ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങിയതും പോരാഞ്ഞിട്ട് അവൾ മണ്ടത്തരം കാണിക്കുന്നു. വിലാസിനിയെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുകയാണ് ജയന്തി. വിലാസിനി പറയുകയാണ് നീ ആ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നതെങ്ങാനും അഖിലാണ്ടേശ്വരി കണ്ടാൽ എങ്കിൽ ഗന്ധർവന്റെ ശവമടക്ക് ആയിരുന്നേനെ ഇന്ന്. വീണ്ടും ജയന്തി ചോദിക്കുകയാണ് ഗന്ധർവന് മരണമോ? ദേഷ്യത്തോടെ വീണ്ടും വിലാസിനി പറയുകയാണ് ദേ ജയന്തി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇങ്ങനെ ഓരോ പ്രാന്ത് കാണിക്കാൻ തുടങ്ങിയാൽ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടാക്കും ഞാൻ. നല്ലൊരു ഷോക്ക് കിട്ടിയാൽ മാറാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ജയന്തി ചോദിക്കുകയാണ് ജയന്തിയോ ഞാനോ? എനിക്ക് ഷോക്ക് തരുവടി നീ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വിലാസിനിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് ജയന്തി. റെഡി എന്ന് പറയുമ്പോൾ വിലാസിനി പറയുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പുറകോട്ട് മാറുകയാണ് വിലാസിനി. ഗന്ധർവന് ഇരട്ട പേരിട്ട് വിളിക്കുന്നു നിന്നെ ഞാൻ എന്നും പറഞ്ഞ് വിലാസിനിയുടെ കഴുത്തിന് പിടിക്കുകയാണ് ജയന്തി. വിടടി എന്നും പറഞ്ഞ് വിലാസിനി ജയന്തിയെ തള്ളി മാറ്റിട്ട് ജയന്തിയെ അടിക്കുകയാണ്. അതിനുശേഷം ഫോണും എടുത്ത് പുറത്തേക്ക് ഓടുകയാണ് വിലാസിനി. എന്നിട്ട് കതവ് കുറ്റിയിടുന്നുണ്ട്. പുറത്തെത്തി വാതിൽ പൂട്ടിയ ശേഷം വിലാസിനി പറയുകയാണ് ഹോ രക്ഷപ്പെട്ടു. പിന്നീട് കാണിക്കുന്നത് അഖിലാണ്ടേശ്വരി മുൻപൊരിക്കൽ കല്യാണം നടത്താൻ എന്നേറ്റിരിക്കുന്ന പെൺകുട്ടിയുടെ കല്യാണമാണ്. ഹാളിന്റെ വാതിൽക്കൽ പുറത്തേക്ക് നോക്കി ടെൻഷനോടെ നിൽക്കുകയാണ് പെൺകുട്ടിയുടെ അച്ഛൻ. തിരുമേനി ചോദിക്കുകയാണ് താലി കെട്ടേണ്ട മുഹൂർത്തമായി, ഇനി ആരെങ്കിലും വരാനുണ്ടോ? പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയാണ് വരാനുണ്ട്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മേഡവും ശിവരാമൻ സാറും കല്യാണത്തിന് വരാമെന്ന് വാക്ക് തന്നതാണ്. ഇനി പറയുകയാണ് ഒന്ന് വിളിച്ചു നോക്കൂ, വധൂവരന്മാരോട് വരാൻ പറയൂ. അതിനുശേഷം പെൺകുട്ടിയുടെ അച്ഛൻ അഖിലാണ്ടേശ്വരിയെ ഫോണിൽ വിളിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ പറയുകയാണ് ഹലോ മാഡം, ഞാനാണ്. അന്ന് മാഡത്തെ കാണാൻ വന്നിരുന്ന ആ കല്യാണം ഇന്നാണ്. അഖില പറയുകയാണ് അയ്യോ ക്ഷമിക്കണം, ഞാനതങ്ങ് മറന്നുപോയി. ഇവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത്. ബാലരാമപുരത്തിന് അടുത്തുള്ള ആശ്രമ ഹാളിൽ വെച്ചാണ്. ഞാൻ കല്യാണക്കുറി അവിടെ ഏൽപ്പിച്ചിരുന്നതാണ് മാഡം. ഒരു 10 മിനിറ്റിനകം ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ശരി മാഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അഖില കൃഷ്ണേട്ട എന്ന് ഉറക്കെ വിളിക്കുകയാണ്. എന്താണെന്നും പറഞ്ഞ് ശ്രീരാമകൃഷ്ണൻ അടുത്തേക്ക് വരുമ്പോൾ അഖില പറയുകയാണ് നമ്മൾ സഹായിക്കാമെന്നേറ്റിരുന്നില്ലേ, ആ പെൺകുട്ടിയുടെ വിവാഹം ഇന്നാണ്. സംസാരം ശ്രദ്ധിക്കുകയാണ് വിലാസിനി. അഖില പറയുകയാണ് ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി. രാമകൃഷ്ണൻ പറയുകയാണ് ഞാനും മറന്നുപോയി, പൊന്നും പണവും ഒക്കെ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ. അഖില പറയുകയാണ് അല്പം നേരത്തെ കൊണ്ട് ചെന്ന് കൊടുക്കേണ്ടതായിരുന്നു. അവർക്ക് ഇടയ്ക്കൊന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കാമായിരുന്നു. ചേട്ടൻ വേഗം റെഡിയാകും, ഞാനും റെഡിയാകട്ടെ. അഖില പൈസയൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് വിലാസിനി. നേരം വിലാസിനി ആലോചിക്കുകയാണ് ഒരു ദിവസം ആ അച്ഛനും മകളും കൂടി തൃച്ചംബരത്തേക്ക് വന്നത്. കല്യാണക്കുറി വിലാസിനി വാങ്ങിയതും അത് കീറിക്കളഞ്ഞതുമൊക്കെ വിലാസിനി ആലോചിക്കുകയാണ്. പക്ഷേ ആ കല്യാണക്കുറി കീറിക്കളയുന്നത് കല്യാണി കാണുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.